യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ വന്ദനം. അപ്പാ ഇന്ന് ഒരു പുതിയ ദിവസം കൂടെ നമുക്ക് തന്ന പൊന്നു തമ്പുരാന്, ദാവീദ് പുത്രന്, നമ്മുടെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയ ദിവസത്തെ വരവേൽക്കാം. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന യേശുവിൻ്റെ കൃപയാലാണ്. അത് നമ്മുടെ ആരുടെയും എടുക്കാലാണ്. ഇന്നൊരു പുലർക്കാലം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ യേശുവിൻ്റെ മുമ്പിൽ ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. അപ്പ എൻ്റെ യോഗ്യതകളല്ലല്ല, ഞാൻ കുറവുകളും പാപിയുമാണല്ലോ തമ്പുരാനെ. എങ്കിലും എൻ്റെ അപ്പൻ എന്നോട് കൂടെ മോശയോട് കൂടെ ഇരുന്നത് പോലെ അങ്ങ് എന്നോട് കൂടെ ഇരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ദാവീദ് പുത്ര, എൻ്റെ പ്രാണപ്രിയ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു തമ്പുരാനെ. ഇന്നൊരു പുലർക്കാലം അങ്ങ് എനിക്ക് തന്നെങ്കിൽ അപ്പ, ഈ കൃപാലയം ഭവനം അങ്ങ് എനിക്ക് ഒരുക്കി തന്നെങ്കിൽ അപ്പ, അത് അങ്ങേക്ക് മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു യോഗ്യതയില്ലാത്ത എന്നെ അങ്ങ് ഈ കൃപാലയം ഭവനത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ തിരുവിഷ്ടമാണ്. അത് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. അപ്പ യോഹന്നാൻ 11:41, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്നും എനിക്കറിയാം. അതെ കർത്താവേ, അങ്ങയോട് ഞാൻ പ്രാർത്ഥന കൃപാലയം ഭവനത്തെ ഏറ്റെടുത്ത് അങ്ങ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തരുടെ ആവശ്യങ്ങളും, കൃപാലയം ഭവനത്തിലെ ഓരോ കുഞ്ഞു മക്കളുടെ ആവശ്യങ്ങളും, അപ്പൊ ആ രോഗത്താൽ ഭാരപ്പെടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അവര് വളരെ മാനസികമായി തകർന്നിരിക്കുകയാണ്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾ, അപ്പൊ ആ കൊച്ചു കുട്ടികളില്ലാത്ത ഭവനങ്ങളെ ഓർത്തപ്പ വല്ലാതെ ഭാരപ്പെടുന്ന വിഷയമുണ്ടപ്പ. ആ ഭവനങ്ങളെ അങ്ങ് കണ്ടതിന് നന്ദി പറയുന്നപ്പ. അപ്പൊ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലപ്പ. എന്നിപ്പോ കുടുംബ സമാധാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഭവനമുണ്ടപ്പ. അപ്പൊ ആ മദ്യപിച്ച് വീട്ടിൽ സ്വസ്ഥതയില്ലാതെ കഴിയുന്ന ഭവനങ്ങളുണ്ടല്ലപ്പ. അപ്പൊ ആ മക്കള് വിവാഹപ്രായം എത്തി നിൽക്കുന്നപ്പ, ആ വിവാഹം നടക്കാത്തതിൽ അപ്പൊ ആ വല്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ തമ്പുരാനെ. ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ കർത്താവെ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതായി ആത്മഹത്യയുടെ പക്കത്തോളം എത്തിയിരിക്കുന്ന പല കുടുംബങ്ങളും കൃപാലയം ഭവനത്തിലുണ്ട് തമ്പുരാനെ. അങ്ങയുടെ ഉള്ളം കരങ്ങളിൽ അങ്ങ് പറയുന്നു, പിതാവെ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് നന്ദി. ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞു തമ്പുരാനെ. അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിക്കും എന്ന് എനിക്കറിയാം. ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. സർവശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവർ ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. മനുഷ്യന് സാധ്യമാ ദൈവത്തിന് സാധ്യമാകുന്ന വചനം കർത്താവെ ബൈബിളിൽ അടിയുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വചനത്തിന്റെ നാമത്തിൽ ഇന്നേക്ക് 3-ാം ദിവസത്തിനകം ഒരു അടയാളം, ഒരത്ഭുതവും സാക്ഷ്യവും പറയാൻ യേശുപ്പാ ഈ കൃപാലയം ഭവനത്തിന് സാധിക്കണേ അപ്പ. ഈ നിമിഷം അവരെ തൊട്ട് സൗഖ്യമാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളെ നൽകി എൻ്റെ ദാവീദ് പുത്രനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പൊ ഇന്നേക്ക് 3-ാം ദിവസം അവര് സാക്ഷ്യം, അത്ഭുതങ്ങളായ അടയാളങ്ങളും അങ്ങ് നൽകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാകുന്ന വചനത്തിന്റെ നാമത്തിൽ അപ്പൊ സങ്കീർത്തനം 91 അധ്യായത്തോട് ചേർത്ത് വെച്ച് അപ്പൊ അങ്ങയോട് യാചിക്കുന്നു. ഇന്ന് ദിവസം അവർക്ക് വേണ്ട എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ മുതൽ അപ്പൊ അവര് പോകുന്ന എല്ലാ വിഷയങ്ങളും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അങ്ങ് ഇടപെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകുന്നതിന് ഞാൻ ഈശോപ്പനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു പുതിയ ദിവസം അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ.